ഹായ് ഓൾ, ഇന്ന് നമ്മൾ സർഫസ് ഏരിയ ഓഫ് സ്പിയർ ആണ് പഠിക്കുന്നത്. അതിന് മുന്നേ സ്പിയർ എന്താണെന്ന് നോക്കാം. സ്പിയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരേ റേഡിയസിൽ ഒരു സർഫസിൽ ഇരിക്കുന്ന എല്ലാ പോയിന്റ്സിനെ കമ്പൈൻ ചെയ്യുന്നതാണ് നമ്മൾ സർക്കിൾ എന്ന് പറയുന്നത്. സ്പിയർ എന്ന് പറയുന്നത് സർക്കിളിന്റെ 3 ഡയമെൻഷണൽ രൂപമാണ്. അതായത് സ്പിയർ എന്ന് പറയുമ്പോൾ 3D സ്പേസിലുള്ള ഒരു ഫിക്സഡ് പോയിന്റ് എന്നുള്ള ഒരേ ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിന്റ്സിന്റെയും കളക്ഷനെയാണ് നമ്മൾ സ്പിയർ എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ട്, അതിന് ഒരേ ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിന്റ്സിന്റെയും കളക്ഷനെയാണ് നമ്മൾ സ്പിയർ എന്ന് പറയുന്നത്. സ്പിയറിൽ നമുക്ക് സർഫസ് ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈക്വൽ ടു 4πr². ഇതിന് കേർവ് സർഫസ് ഏരിയ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ 4πr² ആണ് ഇതിന്റെ സർഫസ് ഏരിയ എന്നാണ് പറയുന്നത്. പിന്നെ ഹെമിസ്പിയർ ഉണ്ട്. ഹെമിസ്പിയർ എന്ന് പറയുമ്പോൾ ഹെമിസ്പിയറിന് കേർവ് സർഫസ് ഏരിയ ഉണ്ട്, ഫ്ലാറ്റ് സർഫസ് ഏരിയ ഉണ്ട്. ഹെമിസ്പിയറിന് കേർവ് സർഫസ് ഏരിയ ഉണ്ട്, ഫ്ലാറ്റ് സർഫസ് ഏരിയ ഉണ്ട്. കേർവ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹെമിസ്പിയർ ആണ്, സ്പിയറിന്റെ പകുതിയേ ഉള്ളൂ. അപ്പൊ സർഫസ് ഏരിയ അതിന്റെ പകുതിയായിരിക്കും, 2πr². ഫ്ലാറ്റ് സർഫസ് ഏരിയ എന്താ? ഇപ്പോൾ അത് സർക്കിൾ ആണ്, അപ്പൊ എന്താ? πr². അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ പറഞ്ഞാൽ TSA, ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു πr² + 2πr². എത്രയാ? ഈക്വൽ ടു 3πr². 3πr² ആണ് ഹെമിസ്പിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ ഓഫ് റേഡിയസ് ഗിവൺ. എന്താണ്? റേഡിയസ് ഈക്വൽ ടു 7 സെന്റിമീറ്റർ. അപ്പൊ സർഫസ് ഏരിയ ഓഫ് സ്പിയർ എന്തായിരിക്കും? ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു 4πr² ഈക്വൽ ടു 4 × 22/7 ഇൻറ്റു πr². 7 ആണ്, അപ്പോൾ ഒരു 7 ഇവിടെ ക്യാൻസൽ ആയിപ്പോയി. ഈക്വൽ ടു 22 × 4, 88 × 7. 88 × 7 എന്ന് പറഞ്ഞാൽ 616 cm² ആണ്. 88 × 7 എന്ന് പറഞ്ഞാൽ 616 cm². അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കർവ് സർഫസ് ഏരിയ ആൻഡ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ ഓഫ് റേഡിയസ് 21 cm. അപ്പൊ എന്താ? ആദ്യം നമുക്ക് തന്ന കാര്യം എഴുതി വെക്കാം. ഗിവൺ റേഡിയസ് ഈക്വൽ ടു 21 cm. CSA curved surface area equal to 2πr² equal to എന്താ? 2 × 22/7 × 21 × 21. 7ഉം 21ഉം 3 ടൈംസ് പോകും. അപ്പം എന്ത് പറ്റും? 21 × 22 × 3 × 2 ഈക്വൽ ടു 2772 ആണ് ഉത്തരം കിട്ടുന്നത്, cm². അടുത്ത നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ആണ് ചോദിച്ചത്. ടോട്ടൽ സർഫസ് ഏരിയ എന്താ? ഈക്വൽ ടു 3πr² ഈക്വൽ ടു 3 × 22/7 × 21 × 21 ഈക്വൽ ടു 7ഉം ഇതും 3 ടൈംസ് പോയി. 3 × 22 × 3 × 21 4158 ആണ്, cm² ആണ് ഉത്തരം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The hollow sphere in which the circus motorcyclist performs his stunt has a diameter of 7 cm. Find the area available to the motorcyclist for riding എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് വന്നിട്ടുണ്ട്? ഡയമീറ്റർ ഓഫ് സ്പിയർ എന്താ? 7 cm. അപ്പൊ റേഡിയസ് എന്തായിരിക്കും? റേഡിയസ് ഓഫ് സ്പിയർ എന്ന് പറയുന്നത് 3.5 cm ആയിരിക്കും. അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചത്? ഏരിയ ഈക്വൽ ടു 4πr² ആണ്. അപ്പം 4 × 22/7 × r² എന്താ? 3.5 × 3.5. ഇതിന്റെ ഉത്തരം എന്താ കിട്ടുന്നത്? 154 ആണ് ഉത്തരം കിട്ടുക. 154 cm² ആണ് ഉത്തരം കിട്ടുക. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A hemispherical dome of a building needs to be painted if the circumference of the base of the dome is 17.6 cm. Find the cost of painting it, given the cost of painting is ₹5 per 100 cm². എന്താ തന്നിട്ടുള്ളത്? ഹെമിസ്ഫെറിക്കൽ ഡോം ആണ്. അപ്പൊ അതിന്റെ സർക്കംഫറൻസ് ഓഫ് ബേസ് ഈക്വൽ ടു എന്താ? 2πr ആണ്. ഈക്വൽ ടു എത്ര തന്നിട്ടുള്ളത്? 17.6 cm എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ r എത്ര ആയിരിക്കും? 17.6/2π ഈക്വൽ ടു എത്രയാ? 17.6
ബൈ 22 ഇൻറ്റു 2 ഇൻറ്റു 7. ഇത് 2.8 ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. 2.8 ആണ് റേഡിയസ് ആയിട്ട് ഉത്തരം നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, റേഡിയസ് കിട്ടി. ഇനി എന്താ നമുക്ക് വേണ്ടത്, ഹെമിസ്ഫിയറിക്കൽ ഡോമിന്റെ പെയിന്റ് അടിയാണ്. പെയിന്റ് അടിയിൽ നമ്മൾ ഹെമിസ്ഫിയറിന്റെ ബേസ്, അതായത് ഫ്ലാറ്റ് സർഫസ് ഏരിയ നമ്മൾ പെയിന്റ് അടിക്കില്ല. ആ കർവ്ഡ് സർഫസ് ഏരിയ മാത്രമേ നമ്മൾ പെയിന്റ് അടിക്കുള്ളൂ. അപ്പൊ കർവ്ഡ് സർഫസ് ഏരിയ എന്തായിരിക്കും, കർവ്ഡ് സർഫസ് ഏരിയ ഈക്വൽ ടു 2πr² ആണ്. ഈക്വൽ ടു എന്താ, 2 ഇൻറ്റു പൈ 22/7 ഇൻറ്റു 2.8 ഇൻറ്റു 2.8 ആണ് ഉത്തരം. 2 ഇൻറ്റു 22/7 ഇൻറ്റു 2.8 ഇൻറ്റു 2.8 പറഞ്ഞാൽ 49.28 ആണ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഉത്തരം കിട്ടുന്നത്. 49.28 കർവ്ഡ് സർഫസ് ഏരിയ കിട്ടി. ഈ കോസ്റ്റ് ഓഫ് പെയിന്റ്, കർവ്ഡ് സർഫസ് ഏരിയ ഈക്വൽ ടു 49.28 മീറ്റർ സ്ക്വയർ ആണ്. സെന്റിമീറ്റർ അല്ല, മീറ്റർ ആണ്. റേഡിയസ് മീറ്ററിലാണ്. അതുകൊണ്ട് മീറ്റർ സ്ക്വയറിലാണ് നമ്മൾ കർവ്ഡ് സർഫസ് ഏരിയ കിട്ടിയത്. ഇവിടെ കോസ്റ്റ് നമുക്ക് എന്താ തന്നില്ല, സെന്റിമീറ്റർ സ്ക്വയറിലാണ്. അത് മീറ്റർ സ്ക്വയർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം നമ്മൾ. കോസ്റ്റ് ഓഫ് പെയിന്റിങ് എത്രയാണ്, ഈക്വൽ ടു ₹5 per 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. അപ്പം ഈക്വൽ ടു ₹500 per മീറ്റർ സ്ക്വയർ. അപ്പം നമുക്ക് മീറ്റർ സ്ക്വയറിലുള്ള കോസ്റ്റ് കിട്ടി. കോസ്റ്റ് ഓഫ് പെയിന്റിങ് ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും, ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിന്റിങ് ഈക്വൽ ടു 500 ഇൻറ്റു 49.28 ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. അത് പറഞ്ഞാൽ എന്താ, ഈക്വൽ ടു ₹500 ഇൻറ്റു 49.28 പറഞ്ഞാൽ 24640 എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരമായിട്ട് എത്തുന്നത് 24640 എന്ന് പറഞ്ഞ വാല്യൂ ആണ്.